സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ചത് താനല്ലെന്ന് പെൺകുട്ടി. എല്ലാം പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് പെൺകുട്ടിയുടെ കത്ത് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചു. അഭിഭാഷകൻ സമർപ്പിച്ച കത്ത് തന്റേത് തന്നെയാണെന്നും പെൺകുട്ടി വ്യക്തമാക്കിയ വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുകയാണ്. സുനിൽ, കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പെൺകുട്ടി തന്നെ ലിംഗം മുറിച്ചത് താനല്ല എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അഞ്ജു, വളരെ കേസിൽ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലും ആയിട്ടാണ് ഇപ്പോൾ പെൺകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗം മുറിച്ചത് താനല്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും താൻ ഈ കൃത്യം നിർവഹിച്ചിട്ടില്ല എന്നും പോലീസ് നടത്തിയ കെട്ടിച്ചമച്ച ഒരു കഥയാണ് ഇതിന്റെ പിന്നിൽ വന്നതെന്നാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കത്താണ് പ്രതിഭാഗം അഭിഭാഷകന് പെൺകുട്ടി നൽകിയിരിക്കുന്നത്. ഈ കത്ത് എഴുതിയ താനാണെന്നും പെൺകുട്ടി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നേരത്തെ കോടതി മുമ്പാകെ നൽകിയ 164 സ്റ്റേറ്റ്മെന്റ് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. അന്ന് ഈ സംഭവത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ ഈ കൃത്യത്തെ അഭിനന്ദിച്ചുകൊണ്ടും അതുപോലെ ഇതിനെ പിന്തുണ നൽകിക്കൊണ്ടും ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ പെൺകുട്ടി തന്നെ അതല്ല ചെയ്ത് ഈ ഒരു സംഭവത്തിന്റെ പിന്നിൽ മറ്റു ചിലരുണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്ക് തന്നെ ഇതിനകത്ത് വാർത്ത വന്നതാണ് പെൺകുട്ടി മാത്രമല്ല ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം കത്തിനകത്ത് പറയുന്നത് തന്നെ സ്വാമിജി ഒരിക്കൽ പോലും ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല, ലൈംഗികമായി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. താനും സ്വാമിജിയും തമ്മിൽ നല്ലൊരു ബന്ധം തന്നെയാണ് നിലനിന്നിരുന്നതെന്നും അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം വീട്ടിൽ രണ്ടുപേർ കൂടെ ഉണ്ടായിരുന്നു. തന്റെ കാമുകന്റെ സുഹൃത്തുക്കളായ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. ഇവർ ചില കാര്യങ്ങൾ സ്വാമിജിയുടെ റൂമിനകത്ത് പോയി ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. സ്വാമിജിയുടെ ലിംഗം മുറിക്കുന്നതിനുള്ള ഒരു നീക്കം ഇവർ നടത്തിയിരുന്നു. ഇത് കണ്ട് താൻ പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു എന്നാണ് പെൺകുട്ടി ഈ കത്തിനകത്ത് പറയുന്നത്. പ്രതിഭാഗം അഭിഭാഷകൻ നൽകിയിട്ടുള്ള ഈ കത്ത് കോടതിയിൽ നൽകിയിരിക്കുകയാണ്. ഇനി ഇതിൽ 164 സ്റ്റേറ്റ്മെന്റ് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പെൺകുട്ടിക്ക് അത് കൃത്യമായ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറും എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ തന്നെ പറയുന്നത്. സുനിൽ, ഈ കേസിലെ ചില വഴിത്തിരിവുകൾ കൂടി പരിശോധിച്ചാൽ ഒരുപക്ഷെ കേസിൽ ആദ്യം തന്നെ പെൺകുട്ടിയുടെ കാമുകൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. പിന്നീട് പെൺകുട്ടിയുടെ അമ്മ തന്നെ പെൺകുട്ടിക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇതാ പെൺകുട്ടി തന്നെ പോലീസിനെതിരെ വരുന്ന ഒരു എല്ലാം കൂടി ഒന്ന് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനു പിന്നിൽ ആരുടെയെങ്കിലും കൈകൾ ഉണ്ട് എന്ന് വേണോ അനുമാനിക്കാൻ? തീർച്ചയായും അഞ്ജു, ഇതിനകത്ത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം ആദ്യം പെൺകുട്ടിയാണ് ലിംഗം മുറിച്ചതെന്ന് അമ്മയും ഒപ്പം സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുക്കുന്ന സാഹചര്യം. പിന്നീട് സ്വാമിക്കൊപ്പം നിന്നുകൊണ്ട് സ്വാമി ഇത്തരത്തിൽ ലൈംഗികമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ അമ്മയുടെ വെളിപ്പെടുത്തൽ വരുന്നു. അതിനുശേഷം സ്വാമി തന്നെ തന്റെ ലിംഗം മുറിച്ചത് പെൺകുട്ടി അല്ല എന്ന് പോലീസിനോട് വെളിപ്പെടുത്തുന്നു. അതിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സ്വാമിയുടെ ലിംഗം മുറിച്ചത് പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം. അതിനുശേഷമാണ് ഇതിനകത്ത് ഒരു കാമുകന്റെ സാന്നിധ്യമുണ്ട്. അത്തരത്തിൽ കാമുകനും പെൺകുട്ടിയും ചേർന്നാണ് ഈ കൃത്യം നിർവഹിച്ചത് അമ്മ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കോടതിയിൽ തന്നെ ഇത് രേഖയായി എഴുതിക്കൊണ്ട് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് സ്വാമിജിയുടെ ലിംഗം മുറിച്ചത് താനല്ല, മറിച്ച് മറ്റു ചില ആളുകൾ ചേർന്നാണ്. ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അത് പുറത്തു വരേണ്ട ഒരു സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവം നടക്കുന്ന ദിവസം കാമുകനും കാമുകന്റെ സുഹൃത്തുക്കളും വീട്ടിലുണ്ടായിരുന്നു. സ്വാമി തന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ ഈ കത്തിലൂടെ ഈ പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. കത്തെഴുതിയത് താനാണ്. ഇംഗ്ലീഷിലാണ് കത്ത് എഴുതിയിരിക്കുന്നത്. ഈ കത്തെഴുതിയതും ഇത് തന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്നുള്ളത് സംബന്ധിച്ചും സ്ഥിരീകരണം പെൺകുട്ടി നടത്തി കഴിഞ്ഞു. ഈ കത്ത് കോടതിയിൽ ഇനി ഹാജരാക്കുകയാണ്. പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇതിന്മേൽ പോലീസാണ് ഇത്തരത്തിലൊരു ലിംഗം ഛേദിച്ചത് പെൺകുട്ടിയാണ് എന്നുള്ള തരത്തിലൊരു കഥ മെനഞ്ഞുകൊണ്ട് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയത് എന്നാണ്. ഇതിന്റെ പിന്നിൽ മറ്റു ചിലരുടെ കൈകളുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് പെൺകുട്ടിയുടെ ഈ കത്തിലൂടെ ലഭിക്കുന്നത്. ശരി, വ്യക്തമാണ്. സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ചത് താനല്ലെന്ന അവകാശവാദവുമായി പെൺകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. എല്ലാം പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് പെൺകുട്ടിയുടെ കത്ത് പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് സുനിൽ അരുമാനൂർ നൽകിയത്.